സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചോ? നിങ്ങളെ കാണിച്ചോ? അല്ല, ഇന്റർവ്യൂ ചെയ്തവർ പറയുന്നുണ്ട്. പറയുന്നതല്ലേ ഉള്ളൂ. എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്റെ സുധിച്ചേട്ടൻ മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കറിയാം. അവരെന്ന് പറയുന്നത് അവരിപ്പോ എവിടെ? അവരാരാ? അവര് കല്യാണം കഴിച്ചാണ്. അവര് വേറെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉള്ളവരാണ്. എനിക്കറിയില്ല. അതായത് എനിക്ക് സുധിച്ചേട്ടന്റെ വൈഫിനെ അറിയാം, കിച്ചുവിന്റെ അമ്മേനെ അറിയാം. ആള് മരിച്ചിട്ട് 5 വർഷമായി അറിയാം. വേറെ ആരെയും എനിക്കറിയില്ല. ആള് മരിച്ചിട്ട് 2 വർഷമാകുന്നു. ആളെ എന്തിനാണ് വെറുതെ ആളുടെ പേര്? മരിച്ചു പോയവരല്ലേ അവര്. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ. നാളെ ഒന്നവന്റെ സുധിച്ചേട്ടൻ്റെ ആണ്ടാണ്. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ രേണുവിനെ അറിയാം, പല രീതിയിൽ അറിയാൻ പറ്റും. രേണുവിന്റെ ഈ ഫെയിം കാരണമാണ് രേണുവിനെതിരെ പുതിയ ആരോപണങ്ങൾ വരുന്നതെന്ന്. ഓ, അങ്ങനെ അലിഗേഷൻസ്. ഓക്കെ, ആരോപണങ്ങൾ. ഓക്കെ, ആവാമല്ലോ. അങ്ങനെ തന്നെയാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് തന്നെ മാങ്ങായുള്ള മാവിലെ കല്ലെറിയത്തുള്ളെന്ന് പറയുന്ന പോലെ ആയിരിക്കും. എന്തെങ്കിലും അവർക്ക് എറിയാൻ തോന്നണം, എന്നാലേ എറിയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു പ്രയോജനം ഇല്ലാത്ത മാവിനെ നോക്കി നമ്മൾ ആർക്കും കല്ലെറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര നാളും കാത്തിരുന്നിട്ട് ഇപ്പോ പുതിയ ആരോപണങ്ങളൊക്കെ പൊങ്ങുന്നത്. ഞാനൊന്നും സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ എനിക്ക് അയച്ചു തരാറുണ്ട് ഓരോന്നൊക്കെ. പുതിയ ആരോപണങ്ങൾ വന്നോട്ടെ, എവിടെ വേണം വന്നോട്ടെ, വരട്ടെ. നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പ്രേക്ഷകർക്ക് പറയും. വന്നോട്ടെ. അതൊന്നും എനിക്കതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാനും ഇല്ല, അറിയത്തുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരെപ്പറ്റി എനിക്കറിയില്ല. അത് ആരാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ അത് സുധിയുടെ ലീഗലി ഉള്ള ഭാര്യ അവരാണ്. എനിക്കറിയില്ല. എനിക്ക് സുധിച്ചേട്ടൻ്റെ വൈഫിനെ അറിയാം, കിച്ചുവിൻ്റെ അമ്മേനെ അറിയാം. ആള് മരിച്ചിട്ട് 5 വർഷമായി അറിയാം. വേറെ ആരെയും എനിക്കറിയില്ല. അവരെ കുറിച്ചാണ്, അറിയാത്ത ഒരാളിനെ കുറിച്ചാണ്. മരിച്ച ആള് വന്ന് വോയിസ് ക്ലിപ്പ് ഇടുവോ? അതായത് രേണു, ഞാൻ പറയുന്നത് വെച്ചാൽ അവര് രേണുവിന്റെ കിച്ചുവിന്റെ അമ്മ അല്ലാതെ അതിനുശേഷം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലീഗലി കല്യാണം കഴിച്ചതാണ്. എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചോ? നിങ്ങളെ കാണിച്ചോ? അല്ല, ഇന്റർവ്യൂ ചെയ്തവർ പറയുന്നുണ്ട്. പറയുന്നതല്ലേ ഉള്ളൂ. എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനാ? എനിക്കറിയില്ല. എനിക്കൊന്നും പറയാനും ഇല്ല, പ്രതികരിക്കാനും. ഞാൻ കേട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഇന്ന പോലെ. അവര് പറയുന്നതല്ലേ എന്റെ സുധിച്ചേട്ടൻ മദ്യപാനി അല്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കറിയാം. ആള് ഷൂട്ടില്ലാത്തപ്പം കഴിക്കും. ആരാ കഴിക്കാത്തത്? വല്ലപ്പോഴും കഴിക്കും. അതല്ലാതെ ഇപ്പം സുധിച്ചേട്ടൻ എന്തിനാണ് എടുത്തത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആള് മരിച്ചിട്ട് 2 വർഷമാകുന്നു. ആളെ എന്തിനാണ് വെറുതെ ആളുടെ പേര്? മരിച്ചു പോയവരല്ലേ അവര്. അവരുടെ പേരെന്തിനാണ് വെറുതെ? അതിനും നമുക്കൊരു എന്താ പറയുക, മരിച്ചവരെ നമ്മൾ ബഹുമാനിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ചുമ്മാ അവരുടെ കാര്യം തന്നെ എന്തെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനുമില്ല. അവരുടെ ഔദാര്യത്തിലാണ് രേണു ജീവിക്കുന്നത്. എനിക്കതൊന്നും അറിയില്ല. അത് പറയാൻ ഇത്രയും നാൾ അവർ പറയാത്തതിന് കാരണം അവരത് വേണ്ട. സുധിച്ചേട്ടനും ഇവരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇത് പുറത്ത് പറയുന്നത്. അവരെന്ന് പറയുന്നത് അവരിപ്പോ എവിടെ? അവരാരാ? അവര് കല്യാണം കഴിച്ചാണ്. അവര് വേറെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉള്ളവരാണ്. എനിക്കറിയില്ല. അതായത് പിന്നെ എന്തിനാണ് സൂചേട്ടൻ എന്തിയെ? സൂചേട്ടൻ മരിച്ചു പോയില്ലേ? 2 വർഷമാകുന്നു. നാളെ ആകുമ്പോൾ 2 വർഷമാവും. പിന്നെ എന്താ? ആർക്കാ ഇവിടെ പ്രശ്നം? ആർക്കാ? കിച്ചുവിനെ പ്രസവിച്ച ആ സ്ത്രീ, ആ അമ്മ, അവരും മരിച്ചുപോയി. ഇപ്പം ഞാനും കിച്ചുവും സൂചേട്ടൻ്റെ ഇളയ മോനേ ഉള്ളൂ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. പിന്നെ ആർക്കാണ് പ്രശ്നം? സൂചേട്ടനും മരിച്ചുപോയി. പിന്നെ എനിക്കറിയില്ല ആർക്കാ ഇവിടെ പ്രശ്നം. എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല. അവർ പറയുന്നതെല്ലാം നിങ്ങൾ കാരണം. അതായത് സൂചേട്ടൻ്റെ ആദ്യത്തെ ഭാര്യ അങ്ങനെ ചെയ്യാൻ കാരണം സുധിച്ചേട്ടനാണ്. സുധിച്ചേട്ടൻ മരിച്ചുപോയി, ആളും മരിച്ചുപോയി. എനിക്കറിയില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയില്ല. കാരണം എനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്ക് അവരെ അറിയത്തില്ല. അതാരാ എന്താണെന്ന് എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയില്ല. വർഷങ്ങളുടെ കണക്ക് നോക്കൂ. ഞാനും സുധിച്ചേട്ടനും എന്നാണ്, ഏത് വർഷമാണ് കല്യാണം കഴിച്ചത്? അല്ലെങ്കിൽ ഞാൻ സുധിച്ചേട്ടനെ കല്യാണം കഴിച്ച ആ വർഷം, ആ സമയത്ത് തന്നെയാണ്, കുറച്ച് നാൾ മുന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. ഇവര് പുറകോട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എനിക്കറിയില്ല. എനിക്ക് അവരെ അറിയില്ലല്ലോ. പക്ഷെ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് കിച്ചുവിനെ പ്രസവിച്ച ആളെ അറിയത്തുള്ളൂ. എനിക്ക് പിന്നെ ഞാൻ പബ്ലിക്കായിട്ട് കാണിച്ചു തന്നെ. തന്നെ പൊട്ടത്തരമാണ് കാണിക്കുന്നത്. പബ്ലിക്കായിട്ട് കാണിച്ചു തന്നതാ ഞാൻ. സർട്ടിഫിക്കറ്റ് എന്തോ കാണിച്ചു. എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണമെന്നോ ആരെയും വ്യക്തിഹത്യ ചെയ്യണമെന്നോ ഇല്ല. പ്രത്യേകിച്ച് മരിച്ചവരെ ഒന്നും ഞാൻ പറയില്ല. എനിക്കങ്ങനെ പറയാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് സൂചിച്ചേട്ടൻ എന്തിനാണ് അവർ മരിച്ച് ഒരു മണ്ണോട് ചേർന്നത്?